ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കുക്കിംഗ് അറ്റ് മേഫ്ലവറിലേക്ക് സ്വാഗതം. ഇപ്പോൾ വിഷു എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കാനുള്ള തിരക്കിലൊക്കെയാണ്. ഞാൻ ഈസ്റ്ററിൻ്റെയൊക്കെ ഒത്തിരി റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും കണ്ടു നോക്കണം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ചെറുപയർ തോരനാണ്. ഇപ്പോൾ ഈ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. കഞ്ഞിയും പയറും മാങ്ങാച്ചാർ ഒരു പ്രധാന ഒരു ഐറ്റമാണ് പള്ളികളിലൊക്കെ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയുമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പയർ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ചെറുപയർ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് ചെറുപയറാണ്. അത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാനിവിടെ 1 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇനി ചെറുപയറിലെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുപയർ അങ്ങനെ കൂടുതൽ സമയമൊന്നും കുതിർത്ത് വെക്കണമെന്നില്ല, ചെറുപയർ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. എന്നാലും ഞാനിവിടെ 1 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇനി ചെറുപയറിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ കുക്കർ ഒന്ന് മൂടി ചെറുപയർ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുക്കർ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഒരു 3-4 വിസിൽ വരുന്നത് വരെ നമുക്ക് ചെറുപയർ വേവിക്കണം. പയർ കൂടുതൽ വെന്തൊന്നും ഉടഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ ഒരു 3-4 വിസിൽ വന്നു കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി തോരന് ആവശ്യമുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങാപ്പീര, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയ ജീരകം ചതച്ചത്, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത്, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ കടുക്. ആദ്യം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടെ തേങ്ങാപ്പീരയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ചെറിയ ജീരകം ചതച്ചതും എല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് നിരടി യോജിപ്പിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയൊക്കെ ചതച്ച് വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ കുക്കറിന്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ചെറുപയറി കാണുന്ന പോലെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും കൂടുതലില്ല, കൂടുതൽ വെന്തുടഞ്ഞും പോയിട്ടില്ല. ഈ പാകത്തിന് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കൂടുതൽ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ തോരനത്ര ടേസ്റ്റ് കാണില്ല. തോരൻ ഉണ്ടാക്കാനായിട്ട് ചെറുപയർ കുക്ക് ചെയ്യുന്ന സമയത്ത് വെന്തുടഞ്ഞു പോകാതെ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കണം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചതാണ്, ഇതിൽ വെള്ളമൊന്നും ഇല്ല. അപ്പം നിങ്ങൾ വേവിക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ തോരനിലേക്ക് ഇടുന്ന സമയത്ത് ആ വെള്ളം മാറ്റിയിട്ട് ചെറുപയർ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ചെറുപയറിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ തോരൻ കുറച്ച് കുഴഞ്ഞു പോകും. അപ്പോൾ ഈ കൺസിസ്റ്റൻസി കിട്ടൂല. അപ്പം പ്രത്യേകം ശ്രദ്ധിച്ച് വെള്ളം മാറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി പാൻ ഒന്ന് മൂടി വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. ഇപ്പോൾ ചെറുപയർ മൂടി വെച്ചിട്ടൊരു 3 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തുറന്ന് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം മൂടിയില്ലാതെ നമുക്ക് 2 മിനിറ്റും കൂടെ വീണ്ടും കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ചെറുപയർ പാകമായിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ തോരൻ നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായ നമ്മുടെ ചെറുപയർ തോരൻ റെഡിയായി കഴിഞ്ഞ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം.
പയറുതോരനും കഞ്ഞിയും മാങ്ങാച്ചാറും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഈ ഗുഡ് ഫ്രൈഡേക്ക് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. മാങ്ങാച്ചാറിന്റെ വീഡിയോ ഞാൻ കുറച്ചു മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങളത് കണ്ട് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക്